കേരളത്തിൽ ബഹുമാനപ്പെട്ട ഇ.പി. ജയരാജൻ ജീവനോടുകൂടി ഉണ്ടാകണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബവും നിലനിൽക്കണം എന്നൊരാഗ്രഹമുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല മാധ്യമ സുഹൃത്തുക്കളോട്. കാരണം എനിക്കറിയും കണ്ണൂർ ജില്ലയിലും കേരളത്തിലും ആദ്യത്തെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത് വാടിക്കൽ രാമകൃഷ്ണേട്ടനെ വെട്ടിക്കീറി കൊലപ്പെടുത്തിയതിലെ ഒന്നാം പ്രതിയാണ് ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ ബലിദാനികളെ സൃഷ്ടിക്കാൻ. ആ ബലിദാനികളെ സൃഷ്ടിക്കുന്ന ഈ മനുഷ്യൻ കേരളത്തിൽ എന്തെല്ലാം ചെയ്യും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവഗാഹം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ചില കാര്യങ്ങൾ പറയാതിരുന്നത്. അല്ല, പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നത് അറിയേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഞാനാണ്. അത് കഴിഞ്ഞ് എനിക്കൊരു പക്ഷേ ഒരാളെ പാർട്ടിക്കകത്തേക്ക് ചർച്ച നടത്തുന്ന സമയത്ത് ഒരു നിർണായക ഘട്ടം വന്നാൽ എനിക്ക് കേരളത്തെ പ്രതിനിധീകരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർജിയുമായി സംസാരിക്കാം, കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ശ്രീമാൻ വി മുരളീധരനുമായി സംസാരിക്കാം. എനിക്ക് അവിടെ അഖിലേന്ത്യാ തലത്തിൽ അവരുടെ സഹായം വേണമെങ്കിൽ ആ സഹായവും ഏറ്റുവാങ്ങാം. ഈ പ്രവർത്തനം അത് മുന്നോട്ട് പോകും. ഇനി പുതിയൊരു കമ്മിറ്റി വരും. ഇനി മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ ഓൾ ഇന്ത്യ കമ്മിറ്റി വേറെ വരുന്നതുവരെ ഇത്തരം കാര്യങ്ങളിലെല്ലാം എനിക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ല, പ്രകാശ് ജാവേദ്കർജി ഈ ഘട്ടത്തിൽ ഒരിക്കലും ഞാൻ കാണുകയോ ഇത്തരമൊരു മാറ്റർ അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയോ ഉണ്ടായിട്ടില്ല. ചർച്ച ഡൽഹിയിൽ വെച്ച്. വിദേശത്ത് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് ഗോകുലം ഗോപാലനും അതുപോലെ ചില മരമുറി കേസിലെ ആളുകളും, അതുപോലെ വിദേശത്ത് പോയിട്ട് വലിയൊരു മുതലാളിയുടെ വീട്ടിൽ ചർച്ച നടത്തി അവിടെ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നത് വേറെ ചില ആളുകളാണ്. ശോഭാ സുരേന്ദ്രൻ ആകെ 2 തവണയേ വിദേശത്ത് പോയിട്ടുള്ളൂ. അത് രണ്ടും ബഹ്റൈനിലെ മലയാളികളുടെ പ്രോഗ്രാമിലാണ്. ആ പോയ സമയത്തും ഞാൻ ഹോട്ടലിൽ താമസിച്ചില്ല. കാരണം എനിക്ക് ചുറ്റും ഇത്രയും കഴുകന്മാരുണ്ട് എന്നെനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഞാൻ ഏതൊരു എയറോഡ്രാമിൽ ചെന്ന് ഇറങ്ങുമ്പോഴും എൻ്റെ സ്വയം സേവകരെ വിളിക്കും. അവരെ വിളിച്ച് അവരുടെ വീട്ടിൽ പോയി താമസിക്കും, അവിടെ ഉറങ്ങും, അവിടെ ഭക്ഷണം കഴിക്കും. അതിനൊക്കെയുള്ള ബുദ്ധിയും നല്ല ബോധ്യവും ഒക്കെ ഉള്ള ആളാണ് ഞാൻ. ഞാൻ കാണിച്ചു തന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ. കാരണം ഇതിൽ കൂടുതൽ ഇനി എന്താ പറയാനുള്ളത്? കണ്ണൂർ ജില്ലയിലെ തലപ്പൊക്കമുള്ള ലീഡറാണ് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ഇന്ന് ശോഭാ സുരേന്ദ്രൻ അറിയുമോ എന്ന് ചോദിച്ച സമയത്ത് പ്രത്യേക ശരീരഭാഷയിൽ നടന്നു പോകുന്ന ശ്രീമാൻ ജയരാജനെ നിങ്ങളെല്ലാവരും കണ്ടു. എനിക്ക് അദ്ദേഹം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കേരളത്തിൽ ബഹുമാനപ്പെട്ട ഇ.പി. ജയരാജൻ ജീവനോടുകൂടി ഉണ്ടാകണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബവും നിലനിൽക്കണം എന്നൊരാഗ്രഹമുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ബി.ജെ.പിയിലേക്ക് ഒരാൾ വന്നു. എൻ്റെ വരെ ക്രെഡിബിലിറ്റി, അതായത് ഒരാളെ നമ്മൾ പാർട്ടിക്കകത്തേക്ക് ചേർത്താൻ തീരുമാനിക്കുമ്പോൾ അതിന് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ വലിയ നേതാക്കന്മാരുമായിട്ട് എല്ലാം തീരുമാനിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിനിടയിൽ ആ വ്യക്തി പിന്മാറിപ്പോയാൽ അത് വ്യക്തിപരമായിട്ട് എനിക്ക് കൂടി ദോഷമുള്ളൊരു കാര്യമാണ്. എന്നിട്ടും ഞാൻ ഇത്രയും നാൾ പറഞ്ഞില്ലല്ലോ മാധ്യമ സുഹൃത്തുക്കളോട്. കാരണം എനിക്കറിയും കണ്ണൂർ ജില്ലയിലും കേരളത്തിലും ആദ്യത്തെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത് വാടിക്കൽ രാമകൃഷ്ണേട്ടനെ വെട്ടിക്കീറി കൊലപ്പെടുത്തിയതിലെ ഒന്നാം പ്രതിയാണ് ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ ബലിദാനികളെ സൃഷ്ടിക്കാൻ. ആ ബലിദാനികളെ സൃഷ്ടിക്കുന്ന ഈ മനുഷ്യൻ കേരളത്തിൽ എന്തെല്ലാം ചെയ്യും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവഗാഹം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ചില കാര്യങ്ങൾ പറയാതിരുന്നത്. പക്ഷേ ഇതെല്ലാം എന്നെക്കൊണ്ട് ഈ ഗ്രൗണ്ടിൽ പറയിപ്പിച്ചതാണ്. അത്രയും ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുള്ളൂ. ആരാണ് ഈ നന്ദകുമാർ? ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ പിറകിൽ നടന്ന് പെട്ടിപ്പിടിക്കുന്നത് ആരാണെന്ന് നമ്മൾ നോക്കാറില്ല. ഇപ്പം എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഒരു വലിയ പൊളിറ്റിക്കൽ ലീഡറെ ശോഭാ സുരേന്ദ്രനെ കാണണം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ആ പദവി ഉള്ളിടത്തോളം വരുന്ന ആൾ ആരാണ് എന്ന് ഞാൻ നോക്കുകയില്ല. അദ്ദേഹവുമായിട്ട് എവിടെയും ഇരുന്ന് എനിക്ക് ചർച്ച നടത്താം. എനിക്ക് ബി.ജെ.പിയുടെ അഖിലേന്ത്യാ കമ്മിറ്റി ഓഫീസിൽ സ്വന്തമായിട്ടൊരു മുറിയുണ്ട്. പുതിയ ആളുകളെ ചേർത്താൻ വേണ്ടി നമ്മൾ പോയി ഇരുന്ന് ഡിസ്കഷൻ നടത്താനുള്ള ഒരു നമ്പർ റൂം എനിക്കുണ്ട്. ഞാനിത് ഫ്ലെക്സ് ബോർഡ് അടിച്ച് കേരളത്തിൽ വെക്കേണ്ടതായിരുന്നു. ശോഭാ സുരേന്ദ്രന് ഇത്രയും വലിയൊരു പദവി കിട്ടിയിട്ടുണ്ടെന്നും 5 അംഗ കമ്മിറ്റിയിൽ ഒരാളായിരുന്നുവെന്നുമൊക്കെ ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഫ്ലെക്സ് ബോർഡ് വെക്കാമായിരുന്നു, വെച്ചില്ല. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് വളരെ വ്യക്തമായിട്ട് അറിയാം, വളരെ വ്യക്തമായി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാൽ കീഴിലെ മണ്ണ് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ണ് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ആശ്രയം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ. കാരണം ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളിയും മത്സ്യത്തൊഴിലാളിയും
ബീഡി തെറുത്ത് കിട്ടിയിട്ടുള്ള പണം ശേഖരിച്ചു വെച്ച് മരണപ്പെട്ടു പോയ കോടിയേരി ബാലകൃഷ്ണന് ഷർട്ടും മുണ്ടും വാങ്ങിക്കൊടുത്ത തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ, അവരുടെ മക്കൾ ഉൾപ്പെടെയുള്ളവർ ജീവിച്ചിരിക്കുന്ന ഈ കേരളത്തിൽ എന്നാണോ ഈ പ്രസ്ഥാനം അന്യായമായി വ്യവഹരിക്കാൻ തുടങ്ങിയത്, എന്നാണോ ഈ പ്രസ്ഥാനത്തിൻ്റെ ലീഡർ ശ്രീമാൻ പിണറായി വിജയൻ സ്വർണ്ണക്കടത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടത്, എന്നാണോ ശ്രീമാൻ പിണറായി വിജയൻ കേരളത്തിലെ മുഴുവൻ കൊട്ടേഷനും, റോഡ് പണിയുടെ, പാലം പണിയുടെ ഈ കൊട്ടേഷൻ മുഴുവൻ സ്വന്തം മക്കളുടെ ബിനാമി കമ്പനിയായിട്ടുള്ള ഊരാളുങ്കലിന് കൊടുക്കാൻ തുടങ്ങിയത്, എന്നാണോ ഇവിടെ എന്തെങ്കിലും ഒരു 1100 കോടി രൂപയുടെ മരുന്നാണ് കേരളത്തിൽ ഒരു കൊല്ലം ഇവിടുത്തെ മനുഷ്യർ വാങ്ങിക്കഴിക്കുന്നത്. 1100 കോടിയുടെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കും കർണാടകയിലേക്കും പോവുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലൊരു മരുന്ന് കമ്പനി പ്രവർത്തിക്കാത്തത്? ആ മരുന്ന് കമ്പനി പ്രവർത്തിപ്പിക്കാത്തത് ആരാണ്? അതും ഈ പൈസ, ഈ പൈസയുടെ അഴിമതി പണത്തിൻ്റെ പങ്ക് പറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നല്ല ഡോക്ടർമാരില്ലാഞ്ഞിട്ടാണോ, നല്ല ഫാർമസിസ്റ്റുകളില്ലാഞ്ഞിട്ടാണോ, ടെക്നോളജിസ്റ്റുകളില്ലാഞ്ഞിട്ടാണോ ഇവിടെ ഇത്തരം ഒരു കമ്പനി വരാത്തത്? വരാതിരിക്കാൻ കാരണം ഈ നാട്ടിൽ ഒരു വികസനവും വേണ്ട, ആകെ വികസിക്കേണ്ടത് സ്വന്തം മക്കൾ മാത്രമാണ് എന്ന് തീരുമാനിച്ച മുൻ മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഞാൻ പറഞ്ഞല്ലോ, നന്ദകുമാർ എന്തെല്ലാം പറയും എന്തെല്ലാം പറയാതിരിക്കും എന്നതിനെക്കുറിച്ച് എനിക്കതിനെക്കുറിച്ച് മറുപടി പറയാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം അത് ശരിയാണ്. എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞു, 30 വർഷം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന ശോഭാ സുരേന്ദ്രൻ്റെ വീട്ടിൽ ഒരു അത്യാഹിതമുണ്ടായിട്ട് ഈ 1,90,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിയ 1 സെൻറ്റ് ഭൂമി അത് 1,25 ഒരാൾ വാങ്ങാൻ വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിനും ഇതേ നന്ദകുമാറും ചായ കുടിച്ചുകൊണ്ട് എൻ്റെ അതേ രോഗം ബാധിച്ച ചേച്ചിയുടെ മകൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് ഒരു സ്ത്രീയുടെ അടുത്ത് വന്ന് പറഞ്ഞ ഒരുത്തൻ ഇത്രയും നീചമായിട്ടുള്ള പ്രവർത്തികളിലൂടെ മുന്നോട്ട് പോയപ്പോൾ ഇതൊക്കെ എനിക്കൊരു അനുഭവ പാഠമാണ്. അദ്ദേഹം നോക്കൂ, അദ്ദേഹം പറഞ്ഞത് ഒരു മറുപടിയുമില്ല. അദ്ദേഹം ഏതോ ഒരു രേഖയാണ് എടുത്ത് കാണിക്കുന്നത്. അദ്ദേഹം കാണിക്കുന്ന ഈ രേഖ അദ്ദേഹമാണ് തെളിയിക്കേണ്ടത്. ഞാൻ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഭൂമികളുടെ എല്ലാം രേഖ അഫിഡവിറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലാത്ത 1 സെൻറ്റ് ഭൂമി ശോഭാ സുരേന്ദ്രനുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചാൽ ആ നിമിഷം ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താൻ തയ്യാറാണ്. അയാൾ പറയുന്ന കഥ നോക്കൂ, അത് അയാൾ പറയുന്ന കഥയാണ്. അങ്ങനെ ഭൂമി പ്രശ്നം. പിന്നെ അയാൾ എന്താ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ഏതോ ആളുകൾ കരാർ എഴുതിയിട്ടുണ്ട്. അപ്പം കരാറിൻ്റെ കോപ്പി കാണിക്കണ്ടേ? ഒരു കത്തുമില്ല, ഒരു കരാറുമില്ല. പിന്നെ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന് ഇത്ര ഗതിയില്ലാതായി പോയി എന്ന് കേരളത്തിലെ എല്ലാവരും അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം. 10 ലക്ഷത്തിന് എൻ്റെ മകന് തന്നെ ഇപ്പോൾ ഈശ്വരാധീനം കൊണ്ട് സാലറി ഉള്ളത് എത്രയാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ മുന്നിൽ ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത, ഉടുക്കാൻ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു അമ്മയാണ്. പക്ഷേ ആത്മാഭിമാനം കൊണ്ട് എപ്പോഴും തല നിവർത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു മകൻ, നല്ല ശമ്പളം പറ്റുന്ന ഒരു മകനുള്ള ഒരമ്മയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ടും എൻ്റെ മകനോടല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിൽ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ്. അദ്ദേഹത്തിനെ ചികിത്സിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. എനിക്കത് തോന്നി. കാരണം വിലപിടിപ്പുള്ള ഒരു മരുന്ന് അത് വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് 3 ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ ഭൂമി വിൽക്കാൻ തീരുമാനിച്ചത്. അതിനെയാണ് ഇത്ര ദൂരത്തിലേക്ക് നന്ദകുമാർ കൊണ്ടുപോയത്. നന്ദകുമാറിൻ്റെ പ്രശ്നം അതല്ല. നന്ദകുമാർ പറഞ്ഞു ജയരാജനെ അകത്ത് കയറ്റുന്നതിന് മുമ്പ് നന്ദകുമാറിനെ അകത്തേക്ക് കയറ്റണം. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ കോടികളുടെ കഥ പറയാൻ നന്ദകുമാർ ആഗ്രഹിച്ചു. അത് ശോഭാ സുരേന്ദ്രൻ്റെ അടുത്ത് നടക്കില്ല. നമ്മൾ 3 പേര് ഒരുമിച്ച് കയറും, അത്രയല്ലേ പറ്റുള്ളൂ. പിന്നെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു രസകരമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. ഞങ്ങൾ ഒരുമിച്ച് ഹോട്ടലിൽ ചായ കുടിക്കാനിരുന്നപ്പോൾ ഞങ്ങളെന്നേ അപ്പം അതിൽ പറയുന്നുള്ളൂ, 3 പേര് ഒരുമിച്ച് ചായ കുടിക്കാനിരുന്നപ്പോൾ പവലിയൻ ബുക്ക് ചെയ്തത് അഖിലേന്ത്യാ ലീഡർഷിപ്പാണ്. അതായത് ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ വരുന്ന അഖിലേന്ത്യാ ലീഡറാണ് പവലിയൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. നന്ദകുമാറിൻ്റെ കഴിവ് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ബുക്ക് ചെയ്ത കസേരയിൽ നിന്ന് മാറി നന്ദകുമാർ മൂലയിലാണ് പോയിരുന്നത്. കാരണം അവിടെ ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും നിഴലിൽ നടത്താൻ നന്ദകുമാറിനെ ഞാൻ ഇനി അനുവദിക്കില്ല. നിഴലിൽ നടക്കില്ല താൻ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ബാക്കി പിന്നീട് പറയാം.
അത് എന്നോട് പറഞ്ഞത് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ബഹുമാനപ്പെട്ട ജയരാജനും നന്ദകുമാറും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടി. ശോഭാ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് 2 ഫ്ലൈറ്റല്ലേ ഉള്ളൂ ഒരേ സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റോ, എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ടല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നാണ് ഞാൻ സാധാരണ ഡൽഹിയിലേക്ക് പോവാറ്. അപ്പോൾ എന്നോട് അപേക്ഷിച്ചു, ശോഭാ സുരേന്ദ്രൻ ഒരിക്കലും കൊച്ചിയിൽ നിന്ന് വരരുത്, പോകുന്നത് ചെന്നൈ ടു ഡൽഹി, ഡൽഹി ടു ചെന്നൈ കൊച്ചി, അങ്ങനെയാണ് ഞാൻ വന്നത്. ഞാനത് കേട്ടു. കാരണം അതെന്താണ്, എൻ്റെ പാർട്ടിക്കകത്തേക്ക് ഒരു വലിയ ആൾ വരുന്നു, ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കണ്ടേ? അത് അദ്ദേഹത്തെ ഞാൻ കണ്ടില്ല. ഡൽഹിയിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ കണ്ടത്. അവരെ ഒരു ഫ്ലൈറ്റിൽ പോയോ ഒരു സീറ്റിലിരുന്നോ ഇതൊന്നും എനിക്കറിയില്ല. എനിക്കൊരു ടിക്കറ്റ് അയച്ചു തന്നു, അതിന് ഞാൻ മറുപടി കൊടുത്തതൊന്ന് വന്ന് വായിക്കണം, ഒന്ന് വായിക്കണം ഞാൻ കൊടുത്ത മറുപടി, ഒന്ന് വരണം. ഒന്ന് വായിക്കണം. ശോഭാ സുരേന്ദ്രനെ കുറിച്ച് നിങ്ങൾ ഇതെല്ലാം വാർത്ത കൊടുക്കണം. നിങ്ങൾ ചില കാര്യങ്ങൾ മാത്രം വാർത്ത കൊടുത്താൽ പോരല്ലോ. അല്ല, ഒന്ന് നോക്കണം. അല്ല, ഞാൻ വായിച്ചാൽ പോരാ, കാണണം. ഇത് നെല്ലാൾ നന്ദകുമാറിൻ്റെ ഫോൺ നമ്പർ, ദുബായ് നമ്പറാണ്. സാധാരണ നാട്ടും പുറത്തുള്ള ജനങ്ങളെ പോലെ ഒരു കേരള നമ്പർ ഉപയോഗിക്കില്ല. കള്ളനാണെന്നതിന് ഇതിൽ വലിയ തെളിവെന്താണ്? ഒരു കേരള നമ്പറില്ല. ശോഭാ സുരേന്ദ്രൻ്റെ ഒരേ ഒരു നമ്പർ, ആ നമ്പർ നഷ്ടപ്പെട്ട അടുത്ത നമ്പർ, അത് കേരള നമ്പർ. ഈ കേരളത്തിൽ ജീവിക്കുന്ന വലിയ ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചു എന്ന് പറയുന്ന നന്ദകുമാറിന് സ്വന്തമായിട്ടൊരു കേരള നമ്പറില്ല, ദുബായ് നമ്പറാണ്. ഈ നമ്പർ +9715096934662. അതിൽ ഈ ടിക്കറ്റ് അയച്ചിരിക്കുന്നു. എത്ര തവണ എന്നെ വിളിച്ചിരിക്കുന്നു നോക്കൂ. 1 2 3 4 5 2 മെസ്സേജ് അയച്ചത് അദ്ദേഹം തന്നെ ഡെലിറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. സംശയമുള്ളവർക്ക് ഇവിടെ ഒന്ന് നോക്കാം. ജയരാജൻ നന്ദകുമാറിൻ്റെ വീട്ടിൽ അമ്പലത്തിൽ വന്ന് ക്ഷണിച്ചത് പത്രവാർത്തയായതിൻ്റെ ന്യൂസ് എനിക്ക് അയച്ചിരിക്കുകയാണ്. ഞാൻ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ന്യൂസ് അയച്ചിരിക്കുകയാണ്. ഇത് തിരിച്ചു വരാനായിട്ട് ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക്, എൻ്റെ കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ടിക്കറ്റാണ് ഡെലിറ്റ് ചെയ്ത് കളഞ്ഞത്. ഇത് ചെന്നൈ ഡൽഹി ഡേറ്റ് ഉണ്ട്. അപ്പം ഞാൻ എഴുതി, നിങ്ങളൊന്ന് വരണം, ഒരാൾ വരണം, വരൂ. അല്ല, പറ്റില്ല, അങ്ങനെ വേണ്ടല്ലോ. ഞാൻ എഴുതി ടിക്കറ്റ് പൈസ എല്ലാം, 2 ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു. ടിക്കറ്റ് പൈസ എല്ലാം നമുക്ക് ലാൻഡ് പൈസയിൽ കുറയ്ക്കാം. ടിക്കറ്റ് ചെന്നൈക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കൂടി അയാൾ ചെന്നൈയിലേക്ക് മാത്രമേ ടിക്കറ്റ് എടുത്തുള്ളൂ. അപ്പോൾ ഇത്രയും, അതായത് ഒരാൾ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങി തന്നത് പോലും ഞാൻ എൻ്റെ ഭൂമി 8 സെൻറ്റ് ഭൂമി വിറ്റ് അതിൽ നിന്ന് കുറയ്ക്കാമെന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ വന്നിരുന്ന് അധിക്ഷേപിക്കുമ്പോൾ അയാളുടെ നിഴലിൽ നിന്നുകൊണ്ടുള്ള ഈ കളിയുണ്ടല്ലോ, അത് എന്താണെങ്കിലും ഞാൻ അതിനെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്.